ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്ഷനാണ് അപ്രോക്സിമേഷൻസ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ. നോക്കാം. നമുക്ക് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. എക്സിന്റെ വാല്യൂവിലുള്ള ചെറിയ ഒരു ചേഞ്ച്, ഒരു ഇൻക്രിമെന്റ്, ഒരു ചേഞ്ച്, അതിനെ നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് സൂചിപ്പിക്കുന്നു. ഡെൽറ്റ എക്സ് റെപ്രസെന്റ്സ് എ സ്മോൾ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് എക്സ്. അപ്പൊ എക്സ് മാറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വൈയിലും ചേഞ്ച് വരും. ആ വൈയിൽ വരുന്ന ചേഞ്ചിനെ നമുക്ക് ഡെൽറ്റ വൈ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഡെൽറ്റ വൈ ഇസ് റെപ്രസെന്റിംഗ് ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ വൈ. അപ്പൊ നോക്കി, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ്. എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയി മാറുമ്പോൾ വൈ വൈ പ്ലസ് ഡെൽറ്റ വൈ ആയിട്ട് മാറും. And when x changes to x plus delta x, y will change to y plus delta y, and y plus delta y is given as y f of x ആണ്. അപ്പോൾ y plus delta y എന്ന് പറയുമ്പോൾ ഡെൽറ്റ y എന്നുള്ള ചേഞ്ച് വരാനുള്ള കാരണം ഡെൽറ്റ x എന്നുള്ള ചേഞ്ച് എക്സിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ y plus delta y will be equal to f of x ന് പകരം x plus delta x എന്നായി മാറും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ വൈ കണ്ടുപിടിക്കണം. ഡെൽറ്റ വൈ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്താൽ മതി. വൈ പ്ലസ് ഡെൽറ്റ വൈയിൽ നിന്ന് വൈ സബ്ട്രാക്ട് ചെയ്താൽ യു ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ വൈ. അപ്പോൾ ഇക്വേഷൻ 2 മൈനസ് 1 ചെയ്യുമ്പോൾ ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഇത് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. ഇത് ഈ സെക്ഷനിൽ ഉടനീളം വേണ്ടതാണ്. ഡെൽറ്റ വൈ, delta x represents a small change in x and delta y is the corresponding change in y, and that delta y is given by f of x plus delta x minus f of x. അപ്പൊ നമുക്ക് ഈ സെക്ഷനിൽ മിക്കവാറും എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ള രൂപത്തിലുള്ള വാല്യൂ ആയിരിക്കും കണ്ടുപിടിക്കാനുള്ളത്. ഇത് പ്രോബ്ലം വരുമ്പോൾ പറയാം. ഇനി ചെറിയ രണ്ട് സാധനങ്ങളും കൂടി പറയാനുണ്ട്. അത് നമുക്ക് അപ്രോക്സിമേഷൻ എന്നുള്ള സെക്ഷനിൽ ആവശ്യം വരുന്ന ഫോർമുലയാണ്. ഒന്ന്, ഡിഫറൻഷ്യൽ ഓഫ് എക്സ്. What do you mean by differential of x? Differential of x. Differential of x is defined as, like it is denoted as dx. Differential of x എന്ന് വെച്ചാൽ that is nothing but dx. That is nothing but means that is denoted as dx and it is defined as, ഇതിന്റെ വാല്യൂ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, it is same as delta x. See, എക്സിലുള്ള ചേഞ്ച്, നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞെടുത്ത എക്സിലുള്ള ചേഞ്ച്, അതിനെ തന്നെയാണ് നമ്മൾ ഡി എക്സ് എന്ന് വിളിക്കുന്നത്. ഡി എക്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഡിഫറൻഷ്യൽ ഓഫ് എക്സ്. ഡിഫറൻഷ്യൽ ഓഫ് എക്സിന്റെ നൊട്ടേഷൻ ആണ് ഡി എക്സ്. ഡി എക്സ് ഇസ് സെയിം ആസ് അവർ ചേഞ്ച് ഇൻ എക്സ് വിച്ച് ഇസ് ഡിനോട്ടഡ് ആസ് ഡെൽറ്റ എക്സ്. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ ഓഫ് വൈ. ഡിഫറൻഷ്യൽ ഓഫ് വൈ ഇസ് ഡിനോട്ടഡ് ആസ് എന്തെന്നായിരിക്കും? ഡിഫറൻഷ്യൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതിയേക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ ഓഫ് വൈ ഇസ് ഡിനോട്ടഡ് ആസ് dy. But see, dy is not equal to delta y. dx is same as delta x, but dy is not equal to delta y. അത് പ്രത്യേകം ഓർത്തേക്കണേ. dy യും delta y യും ഒന്നല്ല. പിന്നെ dy is defined as, and it is defined as dy is equal to, see, dy by dx into delta x. This is a formula for differential of y. Differential of y is calculated by dy by dx into delta x, or ഇതേ formula dy equal to y എന്നുള്ളതിന് പകരം if your function is named as f of x, dy by dx എഴുതുന്നതിന് പകരം നമുക്ക് f dash x എന്ന് എഴുതാം. ഇതേ dy by dx തന്നെ എഫിന്റെ ടേംസിൽ f of x ആണ് ഫംഗ്ഷൻ തരുന്നതെങ്കിൽ ഡെറിവേറ്റീവിനെ കാണിക്കാൻ dy by dx എഴുതുന്നതിന് പകരം f dash x എന്ന് എഴുതാം into delta x or f dash x into dx എന്ന് എഴുതാം, because delta x and dx are the same. Okay, so dy can be calculated either using the formula dy by dx into delta x or dy equal to f dash x into delta x എന്നോ അല്ലെങ്കിൽ f dash x into dx എന്നോ എഴുതാം. So see, differential in x അല്ലെങ്കിൽ differential of x, it is denoted as dx. Differential of y is denoted as dy. dx എന്ന് വെച്ചാൽ it is same as delta x. Delta x എന്ന് വെച്ചാൽ change in x. But remember, dy is not equal to delta y. dy യുടെ ഫോർമുലയാണ്, dy കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് dy equal to dy by dx into delta x, അല്ലെങ്കിൽ താഴെ എഴുതിയിരിക്കുന്ന ഫോർമുല. ഇനി പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ, നമ്മൾ അപ്രോക്സിമേഷൻ ആണ് നമ്മുടെ ഹെഡിങ് തന്നെ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ dy എന്ന് എഴുതുന്നതിന് പകരം
dy can be approximated with delta y അല്ലെങ്കിൽ delta y can be approximated with dy. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ അവർ പറയുന്നത് ഫംഗ്ഷനിൽ എക്സും ഉണ്ടാവും ഡെൽറ്റ എക്സും ഉണ്ടാവും. എക്സിന്റെ വാല്യൂവിനെ അപേക്ഷിച്ച് ഡെൽറ്റ എക്സിന്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ, എക്സിന്റെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ എക്സിലുള്ള ചേഞ്ച് ആയ ഡെൽറ്റ എക്സ് വളരെ വളരെ ചെറുതാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ dy ഈക്വൽ ടു ഡെൽറ്റ വൈ ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ജനറലി dy is not equal to delta y, but when the value of delta x is very small when compared with the value of x, you can take dy as approximately equal to delta y. Okay. അപ്പോൾ അത് ഞാനൊന്ന് നോട്ടായിട്ട് എഴുതി തരാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇഫ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എക്സ് ഇസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് വിത്ത് ദ വാല്യൂ ഓഫ് എക്സ്, then dy can be taken as approximately equal to delta y. ഡെൽറ്റ എക്സിന്റെ വാല്യൂ എക്സിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെങ്കിൽ ഡിവൈയും ഡെൽറ്റ വൈയും ഈക്വൽ ആയിട്ട് എടുത്ത് നമ്മൾ പ്രോബ്ലം ചെയ്യാറുണ്ട്. ഇനി ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് യൂസ് ഡിഫറൻഷ്യൽ ടു അപ്രോക്സിമേറ്റ് റൂട്ട് ഓഫ് 36.6. ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ്. ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഉപയോഗിച്ച് റൂട്ട് ഓഫ് 36.6 ഇതുപോലത്തെ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ എന്താണോ, ചിലപ്പോൾ ക്യൂബ് റൂട്ട് ആയിരിക്കാം, എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ അപ്രോക്സിമേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, കറക്റ്റ് വാല്യൂ അല്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ റൂട്ട് ഓഫ് 36 നമുക്കറിയാം. റൂട്ട് ഓഫ് 36 എന്ന് പറയുമ്പോൾ 6. റൂട്ട് ഓഫ് 36.6 എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ആൻസർ വിൽ ബി 6 പോയിന്റ് സംതിങ് അല്ലെ. കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 36 ആണെങ്കിൽ റൂട്ട് 6 ആണ്. 36.6 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 6 പോയിന്റ് സംതിങ്. ആ സംതിങ് എന്നുള്ള പറയുന്ന ആ സംഭവം അത് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ ഡിഫറൻഷ്യൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് കൂടാതെ ഒരു 2-3 പ്രോബ്ലംസ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ 2-3 തന്നിട്ടുണ്ട്. ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് തന്നെയാണ്. റൂട്ട് ഓഫ് 36.6, 25 raised to 1/3, 255 raised to 1/4 ആൻഡ് സോ ഓൺ. ഇതാ എന്തിനാണ് ഇതൊക്കെ തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷനിൽ ആ സ്റ്റെപ്സ് ഞാനൊന്ന് വിശദീകരിക്കാം. ഈ സെക്ഷൻ ഇതുപോലത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ നേരെ ചെയ്ത് ആൻസർ എഴുതാനല്ല കേട്ടോ. ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഉപയോഗിച്ച് ഇതുപോലെ സ്ക്വയർ റൂട്ടോ ക്യൂബ് റൂട്ടോ 4th റൂട്ടോ 10th റൂട്ടോ എന്തും ആയിക്കോട്ടെ കണ്ടുപിടിക്കാൻ നേരത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 2-3 സ്റ്റെപ്സ് ഉണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ തന്നിരിക്കുന്നത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഫംഗ്ഷൻ എഴുതണം. ചോദ്യം അനുസരിച്ച് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എഴുതി വെക്കും. ആ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാവുമ്പോൾ നമ്മൾ എഴുതുന്ന ഫംഗ്ഷൻ സ്ക്വയർ റൂട്ടിനെ കാണിക്കുന്ന ഫംഗ്ഷൻ ദാറ്റ് ഇസ് ലെറ്റ് y is equal to root x എന്ന് എഴുതും. ചോദ്യം ഇവിടെ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് യു ക്യാൻ ടേക്ക് y equal to root x. ഇനി ഇതാണ് ചോദ്യമെങ്കിലോ 25 raised to 1/3 എന്നാണ്. 25 raised to 1/3 എന്ന് പറയുമ്പോൾ അവിടെ ഫംഗ്ഷൻ എന്തെന്ന് എഴുതും? ഇവിടെ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ടാണ് റൂട്ട് എക്സ് എന്നിട്ടത്. ഇവിടെ റേസ് ടു 1/3 ആണ്. അപ്പൊ ഇതിന് നമ്മൾ ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ y is equal to x raised to 1/3 എന്ന് എഴുതേണ്ടി വരും. ഇതിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ y equal to x raised to 1/3 എന്ന് എഴുതേണ്ടി വരും. ഇനി ഇതിന്റെ ആണെങ്കിലോ ഇവിടെ 4th റൂട്ട് ആണ്. 255 raised to 1/4 അതായത് 4th റൂട്ട്. അപ്പൊ നമ്മൾ y equal to x raised to 1/4 എന്ന് എഴുതും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ പ്രോപ്പർ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ അതിന്റെ ആ ഫംഗ്ഷനെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. ആ ഫംഗ്ഷൻ എഴുതാൻ നമ്മളെ സഹായിക്കുന്നത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമ്മൾ ഏത് ഫംഗ്ഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത്. സ്ക്വയർ റൂട്ട് ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ഫംഗ്ഷൻ ആസ് y ഈക്വൽ ടു റൂട്ട് എക്സ്. ദെൻ ക്യൂബ് റൂട്ട് ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ഫംഗ്ഷൻ ആസ് y ഈക്വൽ ടു x റേസ് ടു 1/3. ഇതുപോലെ 4th റൂട്ട് റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ 4th റൂട്ട്. 4th റൂട്ട് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണെങ്കിൽ അവിടുത്തെ ഫംഗ്ഷൻ ആയിട്ട് y ഈക്വൽ ടു x റേസ് ടു 1/4. 10th റൂട്ട് കാണാനുള്ള ഫംഗ്ഷൻ ആണ് പ്രോബ്ലം ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ഫംഗ്ഷൻ ആസ് y ഈക്വൽ ടു x റേസ് ടു 1/10. അപ്പൊ ഫംഗ്ഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്യണമെന്ന് മനസ്സിലായോ? നമ്മുടെ ചോദ്യം തന്നിരിക്കുന്ന ചോദ്യം അനുസരിച്ച് പ്രോപ്പർ ആയിട്ട് ഒരു ഫംഗ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി അതിനുശേഷം നിങ്ങളുടെ ഫോർമുലയിലൊക്കെ എക്സും ഡെൽറ്റ എക്സും ഒക്കെ ഉണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു എക്സും പിന്നെ ഡെൽറ്റ എക്സും കണ്ടുപിടിക്കണം. ചോദ്യം നോക്കിയിട്ട് എക്സും കണ്ടുപിടിക്കണം, ഡെൽറ്റ എക്സും കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഈ പെൻസിൽ കൊണ്ട് ഇവിടെ എഴുതി വെച്ചത് ജസ്റ്റ് ഷോ ഡിഫറെന്റ് എക്സാമ്പിൾസ് ആൻഡ്
എങ്ങനെയാണ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കാനാണ് 2-3 കേസ് ഇട്ടത്. ഇനി നമുക്ക് നമ്മുടെ ഈ പ്രോബ്ലം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. y = √36.6 ആണ്. അപ്പൊ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് വി ക്യാൻ ടേക്ക് ദ ഫംഗ്ഷൻ ആസ് y = √x. ഇനി എക്സും ഡെൽറ്റ എക്സും, അപ്പൊ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് എക്സും √x സെലക്ട് ചെയ്യണം. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നത് നോക്കുക, ഓർത്തോളനെ. ഇവിടെ സ്ക്വയർ റൂട്ടിന് കാണാനുള്ള ചോദ്യമാണെങ്കിൽ സ്ക്വയർ റൂട്ട് അറിയാവുന്നതും കൃത്യമായിട്ട് സ്ക്വയർ റൂട്ട് അറിയാവുന്നതും, അതായത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. എക്സ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അത് കൂടാതെ സ്ക്വയർ റൂട്ട് അറിയാവുന്നതുമായിരിക്കണം. തന്നിരിക്കുന്ന ഈ നമ്പറിനോട് വളരെ അടുത്തു വരുന്നതുമായിരിക്കണം. You should select the value of x as a perfect square and that perfect square must be very close to this given number. നോക്കണേ, അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതും ഈ തന്ന നമ്പറിനോട് വളരെ അടുത്ത് വരുന്നതുമായ ഒരു വാല്യൂ വേണം എക്സ് എന്ന് ചൂസ് ചെയ്യാൻ. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഇതിനോട് അടുത്തുള്ളതും പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുന്നതുമായ ഒരു നമ്പർ 36.6 നമുക്ക് കിട്ടും. x = 36. ഓക്കെ, ഇനി ബാക്കിയുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 36 എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ടോ 36ഉം 36.6ഉം തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്. അപ്പൊ ഡെൽറ്റ എക്സ് = 0.6. സി, എക്സ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ നമ്പറിനോട് വളരെ അടുത്തതും ഇവിടെ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് കൃത്യമായിട്ട് അറിയാവുന്നതുമായ പെർഫെക്റ്റ് സ്ക്വയർ വേണം എക്സ് ആയിട്ട് എടുക്കാൻ. എക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എടുത്തിരിക്കുന്ന എക്സും തന്നിരിക്കുന്ന ഈ നമ്പറും തമ്മിലുള്ള വ്യത്യാസമായിരിക്കണം ഡെൽറ്റ എക്സ് എന്നും പറഞ്ഞ് എടുക്കേണ്ടത്. ഇനി അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന നമ്പറിനെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റണം കേട്ടോ. എപ്പോഴും എക്സും ഡെൽറ്റ എക്സും ചൂസ് ചെയ്യുമ്പോൾ ഓർത്തേക്കണം, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, സ്ക്വയർ റൂട്ടോ ക്യൂബ് റൂട്ടോ ഫോർത്ത് റൂട്ടോ 10th റൂട്ടോ എന്തും ആയിക്കോട്ടെ, ഒരു നമ്പറിന്റെ ആയിരിക്കുമല്ലോ കണ്ടുപിടിക്കുന്നത്. ആ നമ്പറിനെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റണം. ആ രീതിയിൽ വേണം എക്സും ഡെൽറ്റ എക്സും ചൂസ് ചെയ്യാൻ. ഇനി ഈ എക്സും ഡെൽറ്റ എക്സും ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ചെയ്താൽ ഈ നമ്പർ കിട്ടണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എക്സ് എന്നുള്ള നമ്പർ എടുത്തു വരുമ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലുതായിരിക്കും നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 36.6ന് പകരം ഒരു 35.6 എന്നാണെന്ന് ഇരിക്കട്ടെ. സപ്പോസ് ഇറ്റ് ഇസ് 35.6. 36.6ന് പകരം നമുക്ക് തന്നിരിക്കുന്ന നമ്പർ √35.6 ആണെന്നിരിക്കട്ടെ. 35.6 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനോട് അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ആയിട്ട് എടുക്കുന്നത് 36 തന്നെയായിരിക്കും അല്ലെ. പിന്നെ ഡെൽറ്റ എക്സ് ആയിട്ട് എടുക്കുന്നത് ഏതാ? 36ഉം 35.6ഉം തമ്മിലുള്ള വ്യത്യാസം, ദാറ്റ് ഇസ് 0.4 അല്ലെ. എക്സ് 36 ആയിട്ട് എടുത്താൽ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 0.4 ആണ്. പക്ഷേ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, അതായത് എക്സ് 36ഉം, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ വെറുതെ ആയിട്ട് കാണിച്ചതാണ്, ഈ പ്രോബ്ലത്തിലുള്ളതല്ല. എക്സ് നമ്മൾ 36 എടുക്കണം, കാര്യം സ്ക്വയർ റൂട്ട് അറിയാവുന്നതും ഇതിനോട് അടുത്തുള്ളതും ആയിരിക്കണമല്ലോ. അപ്പൊ ഡെൽറ്റ എക്സ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ 0.4, 35.6ഉം 0.4ഉം കൂടി കൂട്ടുമ്പോഴാണ് 36 വരുന്നത്. ഓക്കെ, അപ്പൊ പക്ഷേ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടുമോ? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എടുത്തു കഴിഞ്ഞാൽ 36 + 0.4, ദാറ്റ് ഇസ് 36.4 ആ കിട്ടുന്നത്. നമുക്ക് വേണ്ട 35.6 അല്ലേ. അപ്പൊ എന്ത് മാറ്റം വരുത്തണമെന്ന് നോക്കി. ഡെൽറ്റ എക്സ് 0.4 എന്ന് ഇട്ടതിന് പകരം ഡെൽറ്റ എക്സിന്റെ വാല്യൂ -0.4 എന്ന് എഴുതേണ്ടി വരും. കാര്യം നിങ്ങൾ ചൂസ് ചെയ്യുന്ന എക്സും ഡെൽറ്റ എക്സും എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ, ദാറ്റ് ഇസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കണ്ടുപിടിച്ചാൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പർ കിട്ടണം. അത്രയും നോക്കിയാൽ മതി. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം, നിങ്ങൾ എടുക്കുന്ന എക്സ് തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ ഡെൽറ്റ എക്സ് ആയിട്ട് എടുക്കുന്നത് പോസിറ്റീവായിട്ട് എടുക്കാം. അതേസമയം നിങ്ങൾ എടുക്കുന്ന എക്സ് തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ അവിടെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ് എഴുതുന്നത് നെഗറ്റീവ് ഇട്ട് എഴുതിക്കൊള്ളണം. ഗോട്ട് ദ ഡിഫറൻസ്? നിങ്ങൾ എക്സ് ആയിട്ട് എടുക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ ചെറിയ നമ്പർ ആണെങ്കിൽ അവിടെ നിങ്ങൾ എടുക്കുന്ന ഡെൽറ്റ എക്സ് ഉറപ്പായിട്ടും പോസിറ്റീവ് ഇട്ട് തന്നെ ഇരിക്കുക. അതേസമയം എക്സ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന നമ്പർ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ അവിടെ എഴുതുന്ന ഡെൽറ്റ എക്സിന്റെ ചിഹ്നം നെഗറ്റീവ് ആയിരിക്കണം. എന്നാൽ മാത്രമേ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ ഒരു ചേഞ്ച് എപ്പോഴും ഓർത്തു വെച്ചോളാം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പോവുകയാണ്. സോ എക്സ് ഈക്വൽ ടു 36ഉം ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0.6 എന്നും എടുത്തു. ഇനി ഓർത്ത് വെക്കേണ്ട ഒരു ഫോർമുല നേരത്തെ എഴുതി,
delta y is equal to f of x plus delta x minus f of x. And that is, ഇവിടെ substitute ചെയ്യാം. f of x plus delta x. x എന്ന് പറയുന്നത് 36 ആണ്. delta x എന്ന് പറയുന്നത് 0.6 ആണ്. അപ്പോൾ 36 plus 0.6 minus f of x. f of x is 36. x എന്ന് പറയുന്നത് 36 ആണ്. And that is f of delta y is equal to f of 36.6 minus f of 36, and that is delta y is equal to y equal to root x എന്നാണ്. Okay, y equal to root x means f of x equal to root x ആണ്. y എന്ന് പറഞ്ഞാൽ f of x അല്ലേ. y equal to root x എന്ന് വെച്ചാൽ f of x equal to root x. അപ്പോൾ f of 36.6 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ you can put it as root of 36.6 minus f of 36 എന്ന് വെച്ചാൽ root of 36. y equal to root x ആണ് എടുത്തത്. That is y എന്ന് പറഞ്ഞാൽ f of x അല്ലേ. അപ്പൊ f of x equal to root x. അപ്പൊ f of 36.6 എന്ന് വെച്ചാൽ root of 36.6. f of 36 എന്ന് വെച്ചാൽ root of 36. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ root of 36.6 തന്നെയാണല്ലോ. ആ root of 36.6നെ അവിടെ നിർത്തിയിട്ട് ഇതെടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. Therefore, root of 36.6 equal to the root 36 എന്ന് പറഞ്ഞാൽ 6 അല്ലേ. ആ -6 എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. -6 എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +6 ആയി. പിന്നെ ഇവിടെയുള്ള ഡെൽറ്റ വൈ. ഓക്കെ, ഡെൽറ്റ വൈ ഈക്വൽ ടു root of 36.6 -6 എന്ന് വരും. ആ -6 എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 6 plus ഡെൽറ്റ വൈ ഈക്വൽ ടു root of 36.6. ഇനി ഈ ഡെൽറ്റ വൈ എന്താന്ന് കണ്ടുപിടിച്ചിട്ട് അതിവിടെ കൊടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് root of 36.6. അപ്പൊ അടുത്തത് നമ്മുടെ ഡെൽറ്റ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നോക്കുക. എക്സിന്റെ വാല്യൂ 36, ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.6. എക്സിന്റെ വാല്യൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡെൽറ്റ എക്സിന്റെ വാല്യൂ വളരെ ചെറുതാണ്. അങ്ങനെ എക്സിന്റെ വാല്യൂവിനേക്കാൾ വളരെ ചെറുതാണ് ഡെൽറ്റ എക്സിന്റെ വാല്യൂ എങ്കിൽ ഡെൽറ്റ വൈയും ഡി വൈയും തുല്യമായിട്ട് നമ്മൾ എടുക്കാന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോ സിൻസ് ഡെൽറ്റ എക്സ് is small when compared with x, you can take delta y as approximately equal to dy. അത് വെച്ചിട്ടാണ് ബാക്കി ചെയ്യേണ്ടത്. നോക്കുക, since delta x is very small when compared with x, dy is approximately equal to delta y. അപ്പൊ നമ്മൾ നേരത്തെ എഴുതി വെച്ച സ്റ്റെപ്പ് എന്ന് പറയുന്നത് root of 36.6 is equal to 6 plus delta y എന്നാണ് എഴുതിയത്. ആ ഡെൽറ്റ വൈക്ക് പകരം നമുക്ക് ഡി വൈ എന്ന് എഴുതാം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെൽറ്റ വൈക്ക് പകരം ഡി വൈ എഴുതുമ്പോൾ ദിസ് ബിക്കംസ് root of 36.6 is approximately equal to 6 plus dy. അപ്രോക്സിമേറ്റ്ലി ഇടാനുള്ള കാരണം ഡി വൈ is actually not equal to delta y. ബട്ട് ഈ ഒരു പ്രത്യേക സാഹചര്യം എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂവിനെ അപേക്ഷിച്ച് ഡെൽറ്റ എക്സിന്റെ വാല്യൂ ചെറുതാണെങ്കിൽ ആ സാഹചര്യത്തിൽ ഡി വൈയും ഡെൽറ്റ വൈയും ഏതാണ്ട് തുല്യമാണെന്ന് എടുക്കാം. അതുകൊണ്ടാണ് ഇവിടെ അപ്രോക്സിമേറ്റ് എന്ന് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കത് ഡി വൈ കണ്ടുപിടിക്കാം. ഡി വൈക്ക് നമ്മുടെ കയ്യിൽ ഫോർമുലയുണ്ട്. ഡി വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. സോ ഡി വൈ ബൈ ഡി എക്സ് നോക്കിയേ, വി ഹാവ് വൈ ഇസ് ഈക്വൽ ടു, വൈ ആയിട്ട് നമ്മൾ എടുത്തത് റൂട്ട് എക്സ് ആണ്. വൈ ഈക്വൽ ടു റൂട്ട് എക്സ്. Therefore, dy by dx is equal to root x ന്റെ ഡെറിവേറ്റീവ് 1/2 root x. Hence, എന്തെഴുതാം? നമുക്ക് വേണ്ടത് dy അല്ലേ. dy ഈക്വൽ ടു dy by dx ന് പകരം 1/2 root x ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി എക്സിനും ഡെൽറ്റ എക്സിനും ഒക്കെ വാല്യൂ കൊടുക്കുക. 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ്. എക്സിന് പകരം നമ്മൾ എടുത്തത് 36, ഡെൽറ്റ എക്സിന് പകരം എടുത്തത് നമ്മൾ 0.6. ആൻഡ് ദാറ്റ് ഇസ് 0.6 by 2 into 6. 2 into 6 is 12. Okay. അപ്പോൾ 0.6 by 12. അപ്പോൾ 6 by 12 എന്ന് പറയുമ്പോൾ 1/2. 0.1/2. So answer will be 0.05. 6 by 12 വെട്ടി പോകുമ്പോൾ 1/2. Then 0.1/2 എന്ന് പറഞ്ഞ് ചെയ്ത് വരുമ്പോൾ ആൻസർ വിൽ ബി 0.05. ഓക്കെ. സോ ഡി വൈ കിട്ടി. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഡി വൈ ഇൻ ഇക്വേഷൻ 1, root of 36.6 is approximately equal to 6 plus 0.05, that is equal to 6.05. Okay. This is how you find the approximate value of root of 36.6. So first remember, ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫംഗ്ഷൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. സ്ക്വയർ റൂട്ട് ആണെങ്കിൽ റൂട്ട് എക്സ് എന്നുള്ള രൂപത്തിലെടുക്കുക, ക്യൂബ് റൂട്ട് ആണെങ്കിൽ x⁻³ എന്നുള്ള രൂപത്തിലെടുക്കുക. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യം നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഫംഗ്ഷൻ തീരുമാനിക്കുക. അതിനുശേഷം
എക്സും ഡെൽറ്റ എക്സും കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ആ നമ്പറിനോട് വളരെ അടുത്ത് വരുന്നതും, സ്ക്വയർ റൂട്ട് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് അറിയാവുന്നത്, ക്യൂബ് റൂട്ട് ആണെങ്കിൽ ക്യൂബ് റൂട്ട് അറിയാവുന്നത്, ടെൻത്ത് റൂട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ ടെൻത്ത് റൂട്ട് അറിയാവുന്നതും തന്നിരിക്കുന്ന നമ്പറിനോട് വളരെ അടുത്ത് വരുന്നതുമായ വാല്യൂവിനെ എക്സ് എന്ന് എടുക്കുക. ആ എടുക്കുന്ന എക്സ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലുതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ ചെറുതായിരിക്കാം. എങ്ങനെയാണെങ്കിലും എക്സ് എന്ന് എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളതിനെയാണ് നമ്മൾ ബാക്കി തന്ന നമ്പറും നിങ്ങൾ എടുത്തിരിക്കുന്ന എക്സും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഡെൽറ്റ എക്സ് എന്ന് എടുക്കുന്നത്. ഇനി ഡെൽറ്റ എക്സിന്റെ ചിഹ്നം ചില കേസിൽ പ്ലസും ചില കേസിൽ മൈനസും വരുന്നു. അത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ ഡെൽറ്റ എക്സ് പോസിറ്റീവ്. അതേസമയം എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ ചിഹ്നം നെഗറ്റീവ് ഇടണം. അതിനുശേഷം you have to remember a formula and the formula is ഞാൻ അവിടെ ഡെൽറ്റ വൈ എന്നും പറഞ്ഞ് എഴുതി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല നേരിട്ട് പഠിച്ചാലും മതി. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ വൈ. ഇത് പഠിച്ചാലും മതി. ശരിക്കും പറഞ്ഞാൽ ഈ എഴുതി വെച്ചിരിക്കുന്നതും നമ്മൾ ആദ്യം എഴുതിയതും ഒരേ ഫോർമുലയാണ്. നമ്മൾ ആദ്യം എഴുതിയ ഫോർമുല എന്തായിരുന്നു? ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഇതാണ് നമ്മൾ ആദ്യം എഴുതി വെച്ച ഫോർമുല. ഈ ഫോർമുല തന്നെയാണ് ഞാൻ എങ്ങനെയാക്കി എഴുതി? ഈ ഡെൽറ്റ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇവിടെ നിർത്തിയിട്ട് ഈ മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് എഫ് ഓഫ് എക്സ് ആയില്ലേ? അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ വൈ എന്നുള്ള ഈ ഫോർമുല നമുക്ക് കിട്ടി. അപ്പൊ ഏതെങ്കിലും ഒരു ഫോർമുല പഠിക്കുക. ഒന്നല്ലെങ്കിൽ ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമുല പഠിക്കാം. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ വൈ എന്നുള്ള ഫോർമുല പഠിക്കുക. എന്നിട്ട് ഡെൽറ്റ വൈ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി വൈ. അപ്പൊ ഇവിടെ ഡെൽറ്റ വൈക്ക് പകരം ഡി വൈ എന്ന് കൊടുക്കാം. അതിനുശേഷം ഡി വൈ ക്യാൻ ബി ഫൗണ്ട് യൂസിംഗ് ദ ഫോർമുല ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ എഫ് ഓഫ് എക്സിന്റെയും ഡി വൈയുടെയും വാല്യൂ ഇവിടെ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ റിക്വയർഡ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആവും. അടുത്ത ചോദ്യം, യൂസ് ഡിഫറൻഷ്യൽ ടു അപ്രോക്സിമേറ്റ് 25 raised to 1/3. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂബ് റൂട്ട് ആണ്. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് വൈ ആയിട്ട് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കേണ്ടത് എക്സ് റേസ് ടു 1/3 എന്നുള്ള രൂപത്തിലാണ്. സോ ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 ഓർ ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3. വൈ എന്നോ എഫ് ഓഫ് എക്സ് എന്നോ വിളിക്കാം. ഇവിടെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ആയതുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷനെ എക്സ് റേസ് ടു 1/3 എന്ന് എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രോപ്പർ ആയിട്ട് എക്സും ഡെൽറ്റ എക്സും ചൂസ് ചെയ്യണം. അപ്പോ എക്സ് എങ്ങനെയാ പറഞ്ഞേ? എക്സ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിനോട് വളരെ അടുത്ത് വരുന്നതും, ഇവിടെ ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് ക്യൂബ് റൂട്ട് അറിയാവുന്നതുമായ, അതായത് പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം നിങ്ങളുടെ എക്സ്. ക്യൂബ് റൂട്ട് അറിയാവുന്നതും തന്നിരിക്കുന്ന നമ്പറിനോട് അടുത്തതുമായ ഒരു വാല്യൂ ആയിരിക്കണം എക്സ്. ആ എടുക്കുന്ന എക്സ് ഒരുപക്ഷെ ഇതിനേക്കാൾ വലുതായിരിക്കാം അല്ലെങ്കിൽ ഇതിനേക്കാൾ ചെറുതായിരിക്കാം. അത് നമുക്ക് വിഷയമല്ല. എന്തായാലും ഇതിനോട് വളരെ അടുത്ത് വരുന്നതും ക്യൂബ് റൂട്ട് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുന്നതുമായ നമ്പർ ആയിരിക്കണം എക്സ് എന്നുള്ള എടുക്കേണ്ടത്. അപ്പോ നോക്കിയേ, 25നോട് അടുത്ത് വരുന്നതും പെർഫെക്റ്റ് ക്യൂബ്, അതായത് ക്യൂബ് റൂട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതുമായ ഒരു നമ്പർ പറഞ്ഞേ, ഏതാ? 27 അല്ലെ? അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 27 ബിക്കോസ് വി നോ ദാറ്റ് ക്യൂബ് റൂട്ട് ഓഫ് 27 ഇസ് 3. 3 into 3 into 3 അല്ലെ 27. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോ ക്യൂബ് റൂട്ട് അറിയാവുന്ന ഒരു നമ്പറാണ് 27. പിന്നെ ഈ തന്നിരിക്കുന്ന നമ്പറിനോട് അടുത്ത് കിടക്കുന്നതുമാണ് 27. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു 27 എന്ന് എടുത്തു. ഇനി നിങ്ങൾ എടുത്തിരിക്കുന്ന എക്സും തന്നിരിക്കുന്ന ഈ നമ്പറും തമ്മിലുള്ള വ്യത്യാസമാണ് ഡെൽറ്റ എക്സ് എന്ന് എടുക്കേണ്ടത്. അപ്പോ നിങ്ങൾ എടുത്തിരിക്കുന്ന എക്സും തന്നിരിക്കുന്ന നമ്പറും തമ്മിലുള്ള വ്യത്യാസം 27ഉം 25ഉം ദ ഡിഫറൻസ് ഇസ് 2. ബട്ട് 2 എന്നാണോ എഴുതേണ്ടത്? നോക്കി, ഞാൻ പറഞ്ഞല്ലോ ഡെൽറ്റ എക്സിന്റെ വാല്യൂ പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എക്സ്. എക്സ് തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. അതേസമയം എക്സിന്റെ വാല്യൂ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ ചിഹ്നം പോസിറ്റീവ്. ഞാൻ എന്താ പറഞ്ഞത് ഞാൻ ഓർക്കണില്ലേ? ഇപ്പൊ ഒന്നുകൂടി ഞാൻ പറയുകയാണെ,
എക്സിന്റെ വാല്യൂ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ ഡെൽറ്റ എക്സ് നെഗറ്റീവായിട്ടും എക്സിന്റെ വാല്യൂ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ വാല്യൂ പോസിറ്റീവായിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എടുത്താൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പർ കിട്ടണം. ആ രീതിയിലാണ് ഡെൽറ്റ എക്സ് ചൂസ് ചെയ്യുന്നത്. അതിന് ഓർക്കാൻ എളുപ്പമാണ് പറഞ്ഞത്. ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഇൻ ദ ക്വസ്റ്റ്യൻ you have to take delta x as negative. If x is less than the number in the question, delta x will be positive. ഇത്ര ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലുതായതുകൊണ്ട് ഈ കേസിൽ ഡെൽറ്റ എക്സ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഡെൽറ്റ എക്സ് ഇസ് -2. 27 25 തമ്മിലുള്ള വ്യത്യാസം 2, അത് -2 എന്ന് എഴുതി. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഫോർമുല ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഈ എഴുതിയ ഫോർമുല തന്നെ, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു അങ്ങനെ എഴുതാം. ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഈ മൈനസ് എഫ് ഓഫ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എഫ് ഓഫ് എക്സ് ആയല്ലോ, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ വൈ. ഈ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ എഴുതി വെച്ച നോട്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ച ഫോർമുല നമുക്ക് കിട്ടി. ഈ ഫോർമുല എഴുതിയാൽ അതിന് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ഫോർമുലയിലേക്ക് എത്താവുന്നേ ഉള്ളൂ. അപ്പൊ ഒന്നല്ലെങ്കിൽ ഡെൽറ്റ വൈ ഈക്വൽ എന്നുള്ള രൂപത്തിൽ പഠിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ പഠിക്കുക, നിങ്ങളുടെ സൗകര്യം. ഇനി ഇതിൽ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ 27, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ -2. അപ്പോൾ 27 - 2 ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് 27 plus delta y, and that is f of 27 minus 2 is 25 equal to f of 27 plus delta y. ഇനി f of 25, f of x എന്ന് വെച്ചാൽ x raised to 1/3 ആണ്. അപ്പൊ f of 25 എന്ന് പറഞ്ഞാൽ 25 raised to 1/3, 25 raised to 1/3 equal to f of 27 എന്ന് പറഞ്ഞാൽ f of x x raised to 1/3 അല്ലേ. അപ്പൊ f of 27 എന്ന് പറഞ്ഞാൽ 27 raised to 1/3 plus delta y, and that is 25 raised to 1/3 equal to 27 raised to 1/3 is a cube root of 27, that is 3 plus delta y, and this is approximately equal to 3 plus dy. എന്തുകൊണ്ടാണ് it is approximately equal to 3 plus dy എന്നിട്ട് എന്തുകൊണ്ടാണ്? ഡെൽറ്റ എക്സിന്റെ വാല്യൂ -2 ഉം എക്സിന്റെ വാല്യൂ 27 ആണ്. അപ്പൊ compared to x, the value of delta x is very small. അതുകൊണ്ട് ഡെൽറ്റ വൈക്ക് പകരം dy എന്ന് എഴുതാം. അപ്രോക്സിമേഷനിലെ എല്ലാ പ്രോബ്ലത്തിലും ഡെൽറ്റ വൈക്ക് പകരം dy എന്നാണ് എഴുതുന്നത്. ഓക്കെ, and that is 25 raised to 1/3 equal to 3 plus what was your dy? dy നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ dy ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ y is equal to x raised to 1/3. So dy is equal to dy by dx into delta x എന്നാണ്. And that is x raised to 1/3 derivative 1/3 into x raised to 1/3 minus 1, that is -2/3 into delta x. So ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 into 1 നെഗറ്റീവ് പവർ കളയാൻ താഴെ കൊണ്ടുവന്ന് എഴുതുക. എക്സിന് പകരം 27, so 27 raised to 2/3 into delta x, delta x ആയിട്ട് എടുത്തത് -2. ഇനി ഈ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് -2/3 ഇൻറ്റു വാല്യൂ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ 27 raised to 2/3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 27 raised to 1/3 എന്ന് പറഞ്ഞാൽ 3. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 അല്ലെ. 27 raised to 1/3 is 3. 3 square is 9. Okay, so 1/3 into 9, that is 27. പിന്നെ മുകളിൽ ഒരു -2 കൂടി ഉണ്ട്. So 3 plus -2/27. And that is 3 minus 2/27 എന്ന് പറയുമ്പോൾ it is approximately equal to 2/27. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. I think the value is -0.074. Yes, so 3 minus 0.074, that is approximately equal to 2.926. That will be the answer. Okay. അപ്പോൾ ഈ ചെയ്തത് ഞാൻ സൈഡിലാണ് ചെയ്തത്. നിങ്ങൾക്കത് dy എന്നുള്ളത് ഇവിടെ തന്നെ, ഞാൻ ഈ സ്റ്റെപ്പ് എഴുതി പോയതുകൊണ്ട് ഞാൻ സൈഡിൽ എഴുതിയാണ്. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ dy എന്നുള്ളത് നിങ്ങളുടെ പ്രോബ്ലത്തിന്റെ കൂടെ തന്നെ ഈ സ്റ്റെപ്സ് എഴുതുക കേട്ടോ. dy is dy by dx into delta x. dy by dx എന്ന് വെച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് അത് എഴുതി ഇൻറ്റു ഡെൽറ്റ എക്സ്. ഈ നെഗറ്റീവ് പവർ കളയാൻ അത് താഴെ കൊണ്ടുവന്നിട്ടപ്പോൾ x raised to 2/3 എന്ന് വരും. എന്നിട്ട് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എടുത്തിരിക്കുന്ന 27ഉം ഡെൽറ്റ എക്സിന്റെ സ്ഥാനത്ത് -2ഉം കൊടുത്തു. 27 raised to 2/3 എന്ന് വെച്ചാൽ 27 raised to 1/3 the whole square. 27 raised to 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 27, that is 3. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. 9 into 3 എന്ന് പറഞ്ഞാൽ 27. അപ്പൊ ന്യൂമറേറ്ററിൽ -2ഉം താഴെ 27. അതാണ് -2/27. then അതിന്റെ സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, ആദ്യം √0.6
root of 0.6ന്റെ വാല്യൂ approximately correct to 3 decimal places ആണ് കാണേണ്ടത്. അപ്പൊ നോക്കാം, നമുക്ക് ആദ്യം ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയല്ല, നമ്മൾ എങ്ങനെയാ രണ്ട് പ്രോബ്ലംസ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കാണിച്ചത്. ആദ്യം തന്നിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ചൂസ് ചെയ്യണം. അതിനുശേഷം ഫംഗ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സും ഡെൽറ്റ എക്സും കണ്ടുപിടിക്കണം. പിന്നെ ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കാം. അപ്പോ നമ്മുടെ ഫംഗ്ഷനായിട്ട് ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു റൂട്ടാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്, സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളതുകൊണ്ട് യു ക്യാൻ ടേക്ക് വൈ ആസ് റൂട്ട് എക്സ് ഓർ വൈ എന്ന് എഴുതുന്നതിന് പകരം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്. ഇനി നമുക്ക് എക്സും വേണം ഡെൽറ്റ എക്സും വേണം. സോ ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആയിട്ട് എന്താ എടുത്തിരിക്കുന്നത്? ശരിക്കും എന്തിനെയാണ് എക്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞത്? ഈ തന്നിരിക്കുന്ന നമ്പറിനോട് വളരെ അടുത്ത് വരുന്നതും സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് അറിയാവുന്നതുമായ ഒരു വാല്യൂ വേണം എക്സ് എന്നും പറഞ്ഞ് എടുക്കാനായിട്ട്. എക്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് എ വാല്യൂ വിച്ച് ഇസ് വെരി ക്ലോസ് ടു ദ ഗിവൺ നമ്പർ 0.6. ആൻഡ് ഇവിടുത്തെ ചോദ്യം സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയറും ആയിരിക്കണം, എന്നാലല്ലേ സ്ക്വയർ റൂട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ആയിരിക്കണം, ഈ തന്നിരിക്കുന്ന നമ്പറിനോട് അടുത്ത് വരുന്നതും വളരെ അടുത്ത് കിടക്കുന്ന ഒരു നമ്പറും ആയിരിക്കണം. സോ വി ക്യാൻ ചൂസ് എക്സ് ആസ് 1. അപ്പോൾ 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, റൂട്ട് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 ഇസ് സംവാട്ട് ക്ലോസ് ടു 0.6 ഓൾസോ. ഇനി എക്സ് 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഡെൽറ്റ എക്സ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന എക്സും തന്നിരിക്കുന്ന ഈ 0.6ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്. ഡിഫറൻസ് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഡെൽറ്റ എക്സിന്റെ വാല്യൂ പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. അപ്പൊ ഡെൽറ്റ എക്സിന്റെ വാല്യൂ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ കൂടുതലാണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ ചിഹ്നം നെഗറ്റീവ് ആയിരിക്കണം. എക്സിന്റെ വാല്യൂ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ ഡെൽറ്റ എക്സ് ഷുഡ് ബി നെഗറ്റീവ്. അതേസമയം എക്സിന്റെ വാല്യൂ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ ഡെൽറ്റ എക്സ് ക്യാൻ ബി ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് 1 ആണ്. 1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന 0.6നേക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എക്സിന്റെ ചിഹ്നം മൈനസ് ആയിരിക്കണം. ഇനി ഈ എക്സിന്റെ വാല്യൂയും ഈ തന്ന ക്വസ്റ്റ്യനും തന്ന നമ്പറും തമ്മിലുള്ള വ്യത്യാസം 1ഉം 0.6ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 0.4. സോ അതാണ് ഡെൽറ്റ എക്സ് ആയിട്ട് എടുക്കേണ്ടത്. സോ ഹിയർ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 0.4. ഓക്കെ, അപ്പൊ എക്സും കിട്ടി ഡെൽറ്റ എക്സും കിട്ടി. ഇനി നമ്മുടെ ഫോർമുല ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു ഇന്നലെ എഴുതി വെച്ച ഫോർമുല ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഓർ ഇതിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എഫ് ഓഫ് എക്സ് ആയി. പിന്നെ ഈ കിടക്കുന്ന പ്ലസ് ഡെൽറ്റ വൈ ഈ ഫോർമുലയിലിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നോക്കുക, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് 1 പ്ലസ് ഡെൽറ്റ എക്സിന് പകരം 0.4 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് എഫ് ഓഫ് 1 പ്ലസ് ഡെൽറ്റ വൈ. സി എക്സിന്റെ വാല്യൂ 1ഉം ഡെൽറ്റ എക്സിന്റെ വാല്യൂ മൈനസ് 0.4ഉം എക്സിന്റെ വാല്യൂവിനെ അപേക്ഷിച്ച് ഡെൽറ്റ എക്സിന്റെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് ഡെൽറ്റ വൈ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് ഡി വൈ. സോ ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് 1 പ്ലസ് ഡി വൈ. ഡെൽറ്റ വൈക്ക് പകരം എക്സിന്റെ വാല്യൂവിനെ അപേക്ഷിച്ച് ഡെൽറ്റ എക്സിന്റെ വാല്യൂ ചെറുതായതുകൊണ്ട് ഡെൽറ്റ വൈക്ക് പകരം നമുക്ക് ഡി വൈ എന്ന് എഴുതാവുന്നതാണ്. അത് നമ്മൾ നോട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി എഫ് ഓഫ് 1 പ്ലസ് മൈനസ് 0.4 എന്താണ്? എഫ് ഓഫ് 1 പ്ലസ് മൈനസ് 0.4 അതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 0.6. അതായത് 1 മൈനസ് 0.4 1 മൈനസ് 0.4 ഇസ് 0.6. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എഫ് ഓഫ് 0.6 ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് 1 പ്ലസ് ഡി വൈ. ആൻഡ് സി എഫ് ഓഫ് 0.6 എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് റൂട്ട് എക്സ് ആണ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഇസ് റൂട്ട് എക്സ്. അപ്പൊ എഫ് ഓഫ് 0.6 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 0.6 is equal to f of 1. f of 1 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ്, എക്സിന് പകരം 1 പ്ലസ് ഡി വൈ. ഇനി നമുക്ക് ആ ഡി വൈ കാണാം. ഡി വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. വൈ ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. അപ്പൊ ഡി വൈ ബൈ വൈ ഈക്വൽ ടു റൂട്ട് എക്സ് ആയതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 1/2 റൂട്ട് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി നമ്മുടെ എക്സിനും ഡെൽറ്റ എക്സിനും ഒക്കെ വാല്യൂ എടുത്തോളൂ. 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സിന് പകരം 1 ഇൻറ്റു ഡെൽറ്റ എക്സിന് പകരം മൈനസ് 0.4 and that is
that is root 1 is 1 itself, so minus 0.4 divided by 2. 4 by 2 is 2, so it is minus 0.2. Okay, so dy ആയിട്ട് കിട്ടിയത് minus 0.2 അല്ലെങ്കിൽ minus 0.2 dy കിട്ടി. Therefore ഇതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Substituting in equation 1, root of 0.6 is approximately equal to root 1. Root 1 is 1 plus dy ക്ക് പകരം minus 0.2. So 1 minus 0.2, that is 0.8. So this is approximately equal to 0.8. So root of 0.6 is approximately equal to 0.8. Okay. അടുത്തത് 0.009 whole raised to 1 by 3. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 0.009 കണ്ടുപിടിക്കണം. സോ ക്യൂബ് റൂട്ട് ആണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ലെറ്റ് ദ ഫംഗ്ഷൻ y അല്ലെങ്കിൽ f of x ഈക്വൽ ടു, ഇവിടെ ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് യു ക്യാൻ ടേക്ക് ദ ഫംഗ്ഷൻ ആസ് x raised to 1 by 3. ദാറ്റ് is y is equal to x raised to 1 by 3. y ഈക്വൽ ടു എഴുതാം, അല്ലെങ്കിൽ f of x ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാം. ഇനി let x is equal to, ഇനി എക്സും f of x ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ f of x എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? തരുന്ന ക്വസ്റ്റ്യൻ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ f of x റൂട്ട് എക്സ് എന്ന് എടുക്കുക. തരുന്ന ക്വസ്റ്റ്യൻ ക്യൂബ് റൂട്ട് ആണെങ്കിൽ f of x ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് എഴുതുക. തരുന്ന ക്വസ്റ്റ്യൻ ഫോർത്ത് റൂട്ട് ആണെങ്കിൽ f of x ഈക്വൽ ടു x raised to 1 by 4 എന്നുള്ള രൂപത്തിൽ എഴുതുക. അപ്പൊ തരുന്ന ചോദ്യം അനുസരിച്ച് വേണം f of x അല്ലെങ്കിൽ y ചൂസ് ചെയ്യാൻ. അതിനുശേഷം എക്സും ഡെൽറ്റ എക്സും, എക്സ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന നമ്പറിനോട് വളരെ അടുത്ത് വരുന്നതും ഇവിടെ ആയതുകൊണ്ട് ക്യൂബ് റൂട്ട് അറിയാവുന്നതുമായ നമ്പർ വേണം എക്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ. അപ്പൊ ഇതിനോട് അടുത്ത് വരുന്നതും 1 by 3 raised to 1 by 3 എന്ന് വെച്ചാൽ ക്യൂബ് റൂട്ട്. അപ്പൊ ഈ 0.009 അടുത്ത് വരുന്നതും ക്യൂബ് റൂട്ട് അറിയാവുന്നതുമായ ഒരു നമ്പർ, അത് വേണം എക്സ് ആയിട്ട് എടുക്കാൻ. അപ്പൊ നോക്കിയേ, വാട്ട് അബൌട്ട് 0.008? 0.008ന്റെ ക്യൂബ് റൂട്ട് എടുക്കുകയാണെങ്കിൽ 0.2 അല്ലേ വരുന്നേ? 0.2 into 0.2 into 0.2 ചെയ്യുമ്പോഴാണ് 0.008 വരുന്നത്. അപ്പൊ 0.008ന്റെ ക്യൂബ് റൂട്ട് നമുക്ക് 0.2 എന്ന് പെട്ടെന്ന് എഴുതാം. അപ്പോൾ ക്യൂബ് റൂട്ട് അറിയാവുന്ന ഒരു നമ്പറാണ് 0.008. അത് മാത്രമല്ല, അത് ഈ 0.009നോട് വളരെ അടുത്ത് വരുന്നതുമാണ്. അപ്പൊ എക്സ് നമ്മൾ ചൂസ് ചെയ്തു. ഇനി ബാക്കി ഡെൽറ്റ എക്സ്. എന്താണ് ഡെൽറ്റ എക്സ്? നമ്മൾ എടുത്തിരിക്കുന്ന എക്സും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പറും തമ്മിലുള്ള വ്യത്യാസമാണ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്. അതിന്റെ ചിഹ്നം ഞാൻ പറഞ്ഞു. എക്സിന് നമ്മൾ എടുക്കുന്ന വാല്യൂ തന്ന ക്വസ്റ്റ്യനിലുള്ള നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ എക്സിന്റെ ചിഹ്നം നെഗറ്റീവ്. അതേസമയം എക്സിന്റെ ചിഹ്നം അല്ല, സോറി, ഡെൽറ്റ എക്സിന്റെ ചിഹ്നം നെഗറ്റീവ്. അതേസമയം എക്സിന് നിങ്ങൾ എടുക്കുന്ന വാല്യൂ തന്ന ക്വസ്റ്റ്യനേക്കാൾ ചെറുതാണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ വാല്യൂ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, വൺസ് അഗെയിൻ, നമ്മൾ എക്സിന് എടുക്കുന്ന വാല്യൂ തന്ന ക്വസ്റ്റ്യനേക്കാൾ വലുതാണെങ്കിൽ ഡെൽറ്റ എക്സ് ഷുഡ് ബി നെഗറ്റീവ്. എക്സിന് എടുക്കുന്ന വാല്യൂ തന്ന ക്വസ്റ്റ്യനിലുള്ള നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ ഡെൽറ്റ എക്സ് ഷുഡ് ബി പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, എക്സ് ഈക്വൽ ടു 0.008, അത് തന്ന നമ്പറിനേക്കാൾ ചെറുതാണ്. അപ്പൊ ഡെൽറ്റ എക്സിന്റെ ചിഹ്നം പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കാം. 0.009 0.008 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 0.001 അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് സാധനം? ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു f of x plus delta x minus f of x, and that is delta y is equal to f of x plus delta x. വാല്യൂ കൊടുത്തോളൂ. x എന്ന് പറയുന്നത് 0.0, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. പലതരത്തിൽ ഞാൻ എഴുതി. ഞാൻ എക്സിന് ഡെൽറ്റ എക്സിന് ഇവിടെ തന്നെ വാല്യൂ കൊടുത്തു. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇതായതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന് ഇങ്ങനെ എഴുതിയാലും മതി. x plus delta x the whole raised to 1 by 3 അങ്ങനെ എഴുതാം. f of x raised to 1 by 3 ആണല്ലോ. അപ്പൊ f of x plus delta x എന്ന് പറയുന്നത് x plus delta x the whole raised to 1 by 3 minus f of x എന്ന് പറയുന്നത് x raised to 1 by 3 itself. ഇനി ഇവിടെ നമുക്ക് വാല്യൂ എക്സിനും ഡെൽറ്റ എക്സിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. എക്സിന്റെ വാല്യൂ 0.008 പ്ലസ് ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.001 the whole raised to 1 by 3 മൈനസ് എക്സിന്റെ വാല്യൂ 0.008 the whole raised to 1 by 3, and that is delta y is equal to, ഇതാണ് 0.009 the whole raised to 1 by 3 നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന ടേം, മൈനസ് 0.008 the whole raised to 1 by 3 cube root of 0.008, that is nothing but 0.2. Okay, 0.2. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഇത് മാത്രം ഇവിടെ നിർത്തിയിട്ട് 0.2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. So this becomes 0.009 the whole raised to 1 by 3 equal to 0.2 plus delta y, and delta y is approximately equal to what? Delta y can be approximated with
dy. So 0.009 the whole raised to 1 by 3 is 0.2 plus dy. ഇനി ഈ dy കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കാണാം. dy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമുല dy by dx into delta x. Formula is dy by dx into delta x. So that dy is equal to dy കാണാം. dy is equal to dy by dx into delta x, and that is y ആയിട്ട് നമ്മൾ എടുത്തത് എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യനിൽ y ആയിട്ട് നമ്മൾ എടുത്തത് x raised to 1 by 3 ആണ് കേട്ടോ. y equal to x raised to 1 by 3 ആയതുകൊണ്ട് ഇവിടെ സൈഡിൽ എഴുതി വെക്കാം. y equal to x raised to 1 by 3 ആയതുകൊണ്ട് dy by dx എന്ന് പറയുന്നത് x raised to n. x raised to n ആണെങ്കിൽ ഡെറിവേറ്റീവ് വരുന്നത് n into x raised to n minus 1. 1 by 3 into x raised to 1 by 3 minus 1. 1 by 3 minus 1 is minus 2 by 3 into dy by dx ആണ് എഴുതിയത് into delta x. ഇനി നെഗറ്റീവ് പവർ കളയാൻ അതൊന്ന് താഴേക്ക് കൊണ്ടൊന്ന് എഴുതുക. ഇവിടുത്തെ നെഗറ്റീവ് പവർ കളയാൻ താഴേക്ക് റെസിപ്രോക്കൽ ആക്കി എഴുതുമ്പോൾ x raised to 2 by 3 into delta x, and that is വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. x ആയിട്ട് നമ്മൾ എടുത്തിരുന്നത് 0.008 the whole raised to 2 by 3 into delta x ആയിട്ട് നമ്മൾ എടുത്തത് 0.001. okay, and that is 1 by 3 into, see ഇത് raised to 2 by 3 എന്ന് നമ്മളുടെ സൈഡിൽ എഴുതാം. 0.008 the whole raised to 2 by 3. ആ 2 by 3 നമുക്ക് 1 by 3 the whole square എന്ന് എഴുതാം. എനിക്കിവിടെ 2 by 3ക്ക് പകരം 1 by 3 the whole square. 0.008 the whole raised to 1 by 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.2 ഇതാണ് ഇതിന്റെ വാല്യൂ ആണ് 0.2 the whole square, that is 0.04. okay, so 0.008 the whole raised to 2 by 3 ക്ക് പകരം you can put it as 0.04 into ഇവിടെ കിടക്കുന്ന വാല്യൂ, that is 0.001, and now that is 0.001 divided by 3 into 0.04 is 0.12, and on division 1 by 12, it becomes 0.001 divided by 0.2 is something 0.0 divide ചെയ്തപ്പോൾ 0.0083 എന്ന് വന്നു. that is the value of dy. നമുക്ക് വേണ്ടത് delta 0.009 the whole raised to 1 by 3 യുടെ വാല്യൂ ആണ്. that is equal to 0.009 whole raised to 1 by 3 നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് 0.2 plus dy എന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ആ dy യുടെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു, 0.0083 എന്ന് കണ്ടുപിടിച്ചു. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.2 plus dy ക്ക് പകരം 0.0083. now ഇത് ആഡ് ചെയ്യുമ്പോൾ 0.2083, and it is asked to approximate to 3 decimal places. so ഇത് 3 ആയതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി it is approximately equal to 0.208. okay, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് വെച്ചു, സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്തതാണ്. ജസ്റ്റ് തുടക്കം മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. 0.999 the whole raised to 1 by 10, that is 10th root ആണ് കാണേണ്ടത്. 10th root കാണേണ്ടത് കൊണ്ട് തന്നെ we can choose the function as x raised to 1 by 10. ഇനി എക്സും ഡെൽറ്റ എക്സും ചൂസ് ചെയ്യുക. എക്സ് എന്ന് പറയുന്നത് ഇതിനോട് വളരെ അടുത്തതും 10th root അറിയാവുന്നതുമായ നമ്പർ. അപ്പൊ ഇതിനോട് വളരെ അടുത്തതും 10th root അറിയാവുന്നതുമായ ഒരു നമ്പറാണ് 1. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 1 എടുത്തു. ഇനി എക്സിന്റെ വാല്യൂവും ഈ തന്നിരിക്കുന്ന നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഡെൽറ്റ എക്സ് എടുക്കുന്നത്. അപ്പൊ ഇനി നോക്കുക, നമ്മൾ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് 1 ആണ്. 1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഈ നമ്പറിനേക്കാൾ വലിയ വാല്യൂ ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ ചിഹ്നം നെഗറ്റീവ് ഇട്ടോളണം. സോ ഹിയർ ഡെൽറ്റ എക്സ് ഈക്വൽ ടു മൈനസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം 1ഉം 0.99ഉം തമ്മിലുള്ള വ്യത്യാസമാണ് 0.001. So remember here delta x is equal to negative 0.001. Negative 0.001. Okay. ഇനി ബാക്കി ഡെൽറ്റ y ഈക്വൽ ടു f of x plus delta x minus f of x. That is f of x എന്ന് പറയുന്നത് x raised to 1 by 10 ആണ്. f of x is x raised to 1 by 10. അപ്പൊ f of x plus delta x will be x plus delta x the whole raised to 1 by 10. f of x എന്ന് പറഞ്ഞാൽ ഇത് തന്നെ എഴുതി. ഇനി എക്സിനും ഡെൽറ്റ എക്സിനും പകരം വാല്യൂ കൊടുത്ത ശേഷം ഇത് കണ്ടുപിടിക്കേണ്ട വാല്യൂ 1 raised to എന്ത് ചെയ്താലും 1 തന്നെ. ഇനി ഈ വാല്യൂ ഇവിടെ നിർത്തിയിട്ട് -1 അപ്പുറത്തേക്ക് പോയി, അപ്പോൾ 1 + 1 ആയി. ഡെൽറ്റ y ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് വിത്ത് dy. ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ ആയി. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാം ഇതുപോലെ തന്നെയാണ്. പ്രോപ്പറായിട്ട് f of x ഉം x ഉം ഡെൽറ്റ എക്സും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ദ ഫോർമുല
ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അതിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന് പകരം തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതുക, എഫ് ഓഫ് എക്സിന് പകരവും തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതുക. അതിനുശേഷം എക്സിനും ഡെൽറ്റ എക്സിനും വാല്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആൻസറിലേക്ക് എത്തിച്ചേരാം. ഓക്കെ, അടുത്ത ചോദ്യം നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട്, ബട്ട് ബേസിക് തിങ്സ് അതൊക്കെ അതുപോലെ തന്നെയാണ്. Find the approximate value of f of 3.02 where f of x is equal to 3x square plus 5x plus 3. അപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ നമുക്ക് ഫംഗ്ഷൻ തന്നിരുന്നില്ല. ചോദ്യം സ്ക്വയർ റൂട്ട് ആണോ ക്യൂബ് റൂട്ട് ആണോ എന്നുള്ളതിനൊക്കെ അനുസരിച്ച് നമ്മൾ ഫംഗ്ഷൻ ചൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല, ബിക്കോസ് യു ആർ ഓൾറെഡി ഗിവൺ ദ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ്, അത് ഇവിടെ ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സിന്റെയും ഡെൽറ്റ എക്സിന്റെയും വാല്യൂ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. എഫ് ഓഫ് 3.02 എന്നൊക്കെ പറഞ്ഞ് തരുമ്പോ നമുക്ക് ഇതിൽ നിന്ന് let x is equal to 3.02 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് x പ്ലസ് ഡെൽറ്റ എക്സ് എന്ന രൂപത്തിൽ എഴുതാൻ വേണ്ടിയാണ്. 3.02 x പ്ലസ് ഡെൽറ്റ എക്സ് എന്ന രൂപത്തിൽ എഴുതണം. അതിന് x ആയിട്ട് 3 എടുക്കുക, ദെൻ ഡെൽറ്റ എക്സ് ആയിട്ട് ബാക്കി ഇവിടെ കിടക്കുന്ന 0.02, സോ ദാറ്റ് x പ്ലസ് ഡെൽറ്റ എക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന 3.02 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ x ആയിട്ട് 3.02 എന്നൊക്കെ തന്നെ എളുപ്പമാണ്. ആ ഇന്റിജർ പാർട്ട് എടുത്ത് x എന്ന് എടുത്തു, ബാക്കി ഡെസിമൽ വരുന്നത് ഡെൽറ്റ എക്സ് എന്ന് എടുത്തു. ഇനി നമ്മുടെ ഫോർമുല ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു, അത് ബൈ ഹാർട്ട് പഠിച്ചോളെ, ഡെൽറ്റ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ആൻഡ് ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന് പകരം എക്സ് 3യും ഡെൽറ്റ എക്സ് 0.02 അല്ലേ. അപ്പൊ 3 പ്ലസ് 0.02 വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 3.02 മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എക്സ് ആയിട്ട് എടുത്തത് 3 ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് 3.02ന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് 3.02 മാത്രം അവിടെ നിർത്തിയിട്ട് ഈ എഫ് ഓഫ് 3നെ ഇപ്പുറത്തേക്ക് എടുക്കുക. മൈനസ് എഫ് ഓഫ് 3 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് എഫ് ഓഫ് 3 ആയി. പിന്നെ ഇവിടെ ഒരു ഡെൽറ്റ വൈ ഉണ്ട്, ആ ഡെൽറ്റ വൈ കൂടി എടുത്തെഴുതി. നൗ ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അതൊക്കെ പഴയ പോലെ തന്നെ എഫ് ഓഫ് 3 പ്ലസ് ഡെൽറ്റ വൈ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് ഡി വൈ. ഇനി എഫ് ഓഫ് 3യും കണ്ടുപിടിക്കണം, ഡി വൈയും കണ്ടുപിടിക്കണം. എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ ഉണ്ട്. ആ എഫ് ഓഫ് എക്സിൽ എക്സിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ കൊണ്ടേ കൊടുക്കുമ്പോൾ 3 into 3 square plus 5 into 3 plus 3. That is 9 and 3 are 27. 27 plus 3 30. 30 plus 15 45. ഇനി ഡി വൈ കാണണം. ഡി വൈ ഇവിടെ y എന്നും പറഞ്ഞല്ല ഫംഗ്ഷൻ തന്നിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് എന്നും പറഞ്ഞാണ്. സോ ഡി വൈ ഇസ് സെയിം. ഐദർ യു ക്യാൻ പുട്ട് ഇറ്റ് ആസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം, ഓർ യു മേ ഓൾസോ പുട്ട് ഇറ്റ് ആസ് എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. ഈ രണ്ട് ഫോമിൽ നമ്മൾ എഴുതി ഡി വൈ ബൈ ഡി എക്സ്, സോറി, ഡി വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നോ ഡെൽറ്റ എക്സ് എന്നോ എഴുതാം. ഇത് രണ്ടിലേത് വേണമെങ്കിലും എഴുതാം. ഇവിടെ എഫ് ഓഫ് എക്സ് തന്നുകൊണ്ട് ഞാൻ ഈ ഫോമിൽ എഴുതിയേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. ഡെറിവേറ്റീവ് തന്നെയാണ്, ഈ ഡെറിവേറ്റീവ് തന്നെയാണ് എഫ് ഡാഷ് എക്സ് ഇട്ടിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു, നോക്കിയേ, എഫ് ഓഫ് എക്സ് 3x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 3 അല്ലേ. വേണമെങ്കിൽ വേറെ ഒന്ന് കാണാം. എഫ് ഡാഷ് എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 3. സോ ദാറ്റ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 into x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്ന് പറയുമ്പോൾ 6x plus 5. Therefore, dy is equal to f dash x ന് പകരം 6x plus 5 into delta x. ഇനി എക്സിനും ഡെൽറ്റ എക്സിനും നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂസ് കൊടുക്കാം. 6 into എക്സിന് പകരം നമ്മൾ എടുത്തത് 3 ആണ്, പ്ലസ് 5 into ഡെൽറ്റ എക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ 0.02 ആണ് കേട്ടോ. അപ്പൊ 0.02, ദാറ്റ് ഇസ് 6 3s are 18 plus 5 23. 23 into 0.02 means it will be 0.46. അപ്പൊ ഡി വൈ കിട്ടി. ഇനി ഈ ഡി വൈയും ഈ പറയുന്ന എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് 3 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എഫ് ഓഫ് 3 നമുക്ക് കിട്ടിയത് 45 എന്നാണ് കേട്ടോ. ഈ എഫ് ഓഫ് 3യുടെ വാല്യൂ ഡി വൈയും കൊണ്ടുപോയി നിങ്ങളുടെ ഈ ഇക്വേഷൻ ഞാൻ 1 എന്ന് കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എഫ് ഓഫ് 3 ആൻഡ് ഡി വൈ ഇൻ ഇക്വേഷൻ 1. Substituting f of 3 and dy in equation 1. So equation 1 in the left hand side എന്ന് പറഞ്ഞാൽ f of 3.02 ആണ്. f of 3.02 is equal to f of 3. f of 3യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. It is 45 plus dy കിട്ടിയത് 0.46. So that your answer is 45.46 approximately. Okay. ഇപ്പൊ ഇത് മറ്റേതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ്, ബിക്കോസ് യു ആർ ഓൾറെഡി ഗിവൺ ദ ഫംഗ്ഷൻ. സോ ഫംഗ്ഷൻ തന്നിരിക്കുന്നതിൽ എഫ് ഓഫ് 3.02നെ 3x എന്നും വിളിക്കുക, ബാക്കിയുള്ള ഡെസിമൽ വാല്യൂസ് അതായത് ഡെൽറ്റ എക്സ് ആയിട്ട് 0.02 എടുക്കുക. പിന്നെ നമ്മുടെ ഫോർമുല
ഇവിടെ എക്സിന് ഡെൽറ്റ എക്സിന് വരെ വാല്യൂ കൊടുക്കുമ്പോൾ 3 പ്ലസ് 0.02 ദാറ്റ് ഇസ് എഫ് ഓഫ് 3.02 മൈനസ് എഫ് ഓഫ് എക്സിന് പകരം 3 എന്ന് കൊടുത്തു. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. അപ്പൊ ഇത് മാത്രം ഇവിടെ നിർത്തിയിട്ട് എഫ് ഓഫ് 3 എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഇനി എഫ് ഓഫ് 3യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഡെൽറ്റ വൈ അപ്രോക്സിമേറ്റ് ചെയ്ത് ഡി വൈ എന്ന് എഴുതുന്നതുകൊണ്ട് ഡി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എഫ് ഓഫ് 3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൽ എക്സിന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്താൽ മതി. എഫ് ഓഫ് 3യുടെ വാല്യൂ 45 എന്ന് കിട്ടി. ഇനി ഡി വൈ നമ്മുടെ ഫോർമുല ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നോ അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നോ എഴുതാം. ആ ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി എഫ് ഓഫ് എക്സ് ഇതാണ്. അപ്പൊ അതിന് എഫ് ഡാഷ് എക്സ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ ആ എഫ് ഡാഷ് എക്സ് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി വൈ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സിന് പകരം നമ്മൾ കണ്ടുപിടിച്ച 6x + 5 ഇൻറ്റു ഡെൽറ്റ എക്സിന് പകരം എന്ത് സ്ഥാനം നമ്മൾ എടുത്തത് 0.02 കൊടുത്തു. ഇതൊന്ന് എക്സിന്റെ സ്ഥാനത്ത് 3 ഒക്കെ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 0.46 എന്ന് വന്നു. സോ ഈ ഡി വൈയുടെ വാല്യൂ ഈ എഫ് ഓഫ് 3യുടെ വാല്യൂ നിങ്ങളുടെ ഇക്വേഷൻ 1ൽ കൊണ്ടേ കൊടുത്താൽ എഫ് ഓഫ് 3.02 വിൽ ബി 45 പ്ലസ് 0.46 വിച്ച് ഇസ് ഈക്വൽ ടു 45.46. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതും സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. Find the approximate change, not the actual change. You are asked to find out the approximate change in the volume V of a cube of side x meters caused by increasing the side by 2%. ഒരു ക്യൂബിന്റെ സൈഡ് 2% കൂട്ടി. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ക്യൂബിന്റെ വോളിയം ആണ് അവർ വീന്ന് തന്നിരിക്കുന്നത്. ആ ക്യൂബിന്റെ സൈഡ് 2% കൂട്ടി കഴിയുമ്പോൾ വോളിയത്തിൽ ചേഞ്ച് വരും. വോളിയത്തിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് ഡെൽറ്റ വി. വി ആണ് വോളിയം എങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ചെറിയ ചേഞ്ചിലേ വരുള്ളൂ. ചേഞ്ച് ഇൻ വോളിയം ക്യാൻ ബി ഡിനോട്ടഡ് ആസ് ഡെൽറ്റ വി. പക്ഷെ നമുക്ക് ചേഞ്ച് ഇൻ വോളിയം അല്ല വേണ്ടത്, നമുക്ക് അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോളിയം ആണ്. അപ്പൊ അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ഡി വി, നോട്ട് ഡെൽറ്റ വി. ഗോട്ട് ദ ഡിഫറൻസ്? ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് ഡെൽറ്റ വി. ഇഫ് യു ആർ ടേക്കിംഗ് വോളിയം ആസ് വി, change in volume can be taken as delta V, but in the question it is asked to find the approximate change. Delta V എന്ന് പറഞ്ഞാൽ actual change in volume. Approximate change in volume means you can take it as dV. അപ്പോൾ dV ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. Okay, question clear ആണോ? You have to find the value of dV, approximate change in volume. Okay. അപ്പോൾ ആദ്യം നമുക്ക് ക്യൂബ് ആണ്. ക്യൂബ് ആയതുകൊണ്ട് വോളിയം ഓഫ് ദ ക്യൂബിനുള്ള ഫോർമുല വോളിയം ഓഫ് ദ ക്യൂബ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. That is V is equal to x cube. നമുക്ക് വേണ്ടത് dV, approximate change in volume. Approximate change in volume. It can be denoted as not delta V. Delta V is the actual change. We need the approximate change. Approximate change is dV. dV is equal to, dV യുടെ ഫോർമുല approximate change in volume dV is equal to, see, dy ആണെങ്കിൽ the formula is dy by dx into delta x. So dV ആകുമ്പോൾ v is in terms of x itself. So dV can be written as dV by dx into delta x. ഇനി നമുക്ക് dVയും കാണണം, dV by dx ഉം കാണണം, delta x ഉം കാണണം. അപ്പോൾ dV by dx is equal to v equal to x cube അല്ലേ? അപ്പൊ dV by dx എന്ന് പറയുമ്പോൾ 3x square. അപ്പൊ എഴുതാം, സിൻസ് v is equal to x cube, dV by dx equal to 3x square. ഇനി ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കണം. ഡെൽറ്റ എക്സ് is equal to, എന്താണ് ഈ ഡെൽറ്റ എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ സൈഡാണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ സൈഡിലുള്ള ചേഞ്ച്. ഇവിടെ സൈഡ് എത്രമാത്രം ചേഞ്ച് ചെയ്തു? സൈഡ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 2%. ആദ്യം ഉണ്ടായിരുന്ന എക്സ് ആണെങ്കിൽ അതിന്റെ 2% വെച്ചാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 2% ഓഫ് എക്സ്. That is 2% of x എന്ന് പറയുമ്പോൾ 2/100 into x, or 2/100 can be written as 0.02 into x. So delta x ന്റെ വാല്യൂ വന്നത് 0.02 into x. dv by dx വന്നത് 3x square. Now you can substitute this value of dv by dx and delta x in equation 1 to get the value of dv. That is your approximate change. Your approximate change can be written as, substituting these values in equation 1, we get substituting dv by dx and delta x in equation 1, we get dv is equal to, dv by dx ന് പകരം dv is equal to formula is dv by dx into delta x. dv by dx ആയിട്ട് കിട്ടിയത് 3x square. So 3x square into delta x ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് 0.02 into x ആണ്. Okay.
So dv equal to dv by dx into delta x. dv by dx കണ്ടുപിടിച്ചത് 3x square. delta x ആയിട്ട് തന്നിരിക്കുന്നത് 0.02 into x. So ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.06 into x cube. That is all. ഇതിലെ യൂണിറ്റ് തന്നിരിക്കുന്നത് മീറ്ററിലാണ്. So you can write it as meter cube. വോളിയം അല്ലേ, അപ്പോൾ meter cube. Okay. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. വോളിയം ഓഫ് ദ ക്യൂബ് എക്സ് ക്യൂബ് എന്ന് എടുക്കുക. Then approximate change of volume can be denoted as dv, and just as finding dv can be written as dv by dx into delta x. v equal to x cube ആയതുകൊണ്ട് dv by dx 3x square വരും. delta x എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് x. x എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ സൈഡാണ്. ക്യൂബിന്റെ സൈഡ് 2% വെച്ചാണ് കൂട്ടുന്നത്. അപ്പോൾ ഈ ചേഞ്ച് എന്ന് പറയുന്ന രണ്ട് തരത്തിൽ വരാം കേട്ടോ. ഇൻക്രീസിംഗും ഉണ്ടാകും, ഡിക്രീസിംഗും ഉണ്ടാകും. ഇവിടെ ഇൻക്രീസിംഗ് ആയതുകൊണ്ട് യു ക്യാൻ ടേക്ക് ദ ചേഞ്ച് ഡെൽറ്റ എക്സ് ആസ് പോസിറ്റീവ്. ബട്ട് ഇഫ് ദ കേസ് ഇസ് ഡിക്രീസിംഗ് you have to take the change delta x as negative. അത് ഓർത്തേക്കണം കേട്ടോ. ഇവിടെ എന്തായാലും പ്രശ്നമില്ല, നമുക്കൊരു ഡിക്രീസിംഗിന്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഇവിടെ ഇപ്പൊ നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ 2% ഓഫ് എക്സ്, ദാറ്റ് ഇസ് 2/100 ഓഫ് എക്സ്. 2/100 എന്ന് പറയുമ്പോൾ 0.02 into x. ഈ ഡെൽറ്റ എക്സിന്റെ dv by dxന്റെ വാല്യൂ ഇവിടെ കൊണ്ട് കൊടുത്തപ്പോൾ നമുക്ക് ആവശ്യമുള്ള അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോളിയം dv കണ്ടുപിടിച്ചു. എക്സിന്റെ വാല്യൂ എഡ്ജ് പ്രത്യേകിച്ചൊന്നും തരാത്തതുകൊണ്ട് യു ക്യാൻ കീപ് ദ ആൻസർ ഇൻ ടേംസ് ഓഫ് എക്സ് ഇറ്റ് സെൽഫ്. സോ യുവർ ആൻസർ ഇസ് 0.06 into x cube, അത്രയും ക്യൂബിക് meter. See the next question. This question is somewhat similar to the previous one. കഴിഞ്ഞ ചോദ്യത്തിലെ അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ വോളിയം എന്നായിരുന്നു. ഇവിടെ അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ. ഫിഗർ ഷേപ്പ് ക്യൂബ് തന്നെയാണ്. പിന്നെയുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ദ സൈഡ് എക്സ് വാസ് ഇൻക്രീസ്ഡ് ബൈ 2% എന്നായിരുന്നു കഴിഞ്ഞ ചോദ്യത്തില്. ഇവിടെ ദ സൈഡ് എക്സ് സൈഡ് ഓഫ് ദ ക്യൂബ് ഇസ് ഡിക്രീസ്ഡ് ബൈ 1%. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ എക്സ് പോസിറ്റീവ് ആയിട്ടായിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ എടുത്തത്, ബിക്കോസ് അവിടെ ഇൻക്രീസിംഗ് തന്നു. ബട്ട് ഹിയർ വെൻ യു ടേക്ക് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എക്സ് യു വിൽ ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്, ബിക്കോസ് ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ദ സൈഡ് ഇസ് ഡിക്രീസ്ഡ്. ഡിക്രീസ്ഡ് എന്ന് കാണിക്കാനാണ് അവിടെ ആ നെഗറ്റീവ് നമ്മൾ ഇടുന്നത്. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ലൈറ്റ് ചേഞ്ച് ഇൻ ദ ഫോർമുല. സ്ലൈറ്റ് ചേഞ്ച് ഇൻ ദ ഫോർമുല മീൻസ് അവിടെ വോളിയത്തിന്റെ ഫോർമുല ആണെങ്കിൽ ഇവിടെ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് ആണ്. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. സോ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ്, surface area of the cube, you may denote surface area of the cube as s. s എന്ന് വിളിക്കാം അല്ലെ, സർഫസ് ഏരിയ അല്ലേ. അപ്പൊ a എന്നോ s എന്നോ വിളിക്കാൻ, ഞാൻ s എന്ന് ഇട്ടു. s is equal to ക്യൂബിന്റെ സർഫസ് ഏരിയ, ഒരു ഫേസ് x സ്ക്വയർ ആണ്, 6 ഫേസ് വരുമ്പോൾ 6x സ്ക്വയർ. ഓക്കെ, ഇനി അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ. അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ. ഹൗ വിൽ യു ഡിനോട്ട് ഇറ്റ്? ശരിക്കുള്ള ചേഞ്ച് ആണെങ്കിൽ ഡെൽറ്റ എസ് എന്ന് എഴുതാം. ഇവിടെ അപ്രോക്സിമേറ്റ് ചേഞ്ച് ആയതുകൊണ്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ds. ds ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ds is given by the formula. See, s is in terms of x. So ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ds by dx into delta x. എങ്ങനെ? dy equal to dy by dx into delta x എന്ന് എഴുതില്ലേ, അതുപോലെ തന്നെ കേട്ടോ. ഇനി ds by dx ഉം കാണണം, ഡെൽറ്റ എക്സും കാണണം. അപ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു, അത് ആദ്യം എഴുതിക്കോ. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു, ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ സൈഡിലുള്ള ചേഞ്ച്. സൈഡിന്റെ ഒറിജിനൽ ലെങ്ത് എക്സ് മീറ്റർ ആയിരുന്നു, അതിനെ നമ്മൾ ചേഞ്ച് ചെയ്തു. എങ്ങനെ ചേഞ്ച് ചെയ്തു? വി ഹാവ് ഡിക്രീസ്ഡ് ദ ലെങ്ത്. എത്ര വെച്ചിട്ട്? വി ഹാവ് ഡിക്രീസ്ഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ബൈ 1%. ഉണ്ടായിരുന്നതിന്റെ 1% വെച്ച് കുറച്ചു. അപ്പോൾ കുറച്ചു എന്ന് കാണിക്കാൻ വേണ്ടി യു ഹാവ് ടു പുട്ട് ദ നെഗറ്റീവ് സൈൻ. അത് മറന്നു പോകരുതേ. ഡിക്രീസ് എന്ന് കാണിക്കുമ്പോൾ നെഗറ്റീവ് ഇടുക. ദെൻ എത്രയാ? 1% അല്ലേ. 1% എന്ന് പറയുമ്പോൾ 1/100 into x, ദാറ്റ് ഇസ് -0.01 into x. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇഫ് ദ ചേഞ്ച് ഇസ് ഡിക്രീസിംഗ് മീൻസ് അവിടെ കൂടുതലല്ല, കുറയുകയാണെങ്കിൽ കുറയുന്നു എന്ന് കാണിക്കാൻ വേണ്ടി യു ഹാവ് ടു പുട്ട് ദ നെഗറ്റീവ് സൈൻ. ഓക്കെ, ഇനി ds by dx കാണാം. s is equal to 6x square implies ds by dx is equal to derivative 6 into x square derivative 2x, so it is 12x. ഇതിൽ കൊണ്ട് equation 1 എന്ന് കൊടുക്കുക. Substituting ds by dx and delta x in equation 1. എന്ത് വരും? ds is equal to, equation 1 ds നമ്പറാണ്. ds is equal to ds by dx ന് പകരം 12x into delta x ന് പകരം -0.01 into x. So it is -0.12 x square. ഇവിടെ സർഫസ് ഏരിയ ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റ് സ്ക്വയർ മീറ്റർ. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. നോക്കാം അടുത്ത ചോദ്യം. If the radius of the sphere is measured as 9 centimeter,
with an error of 0.03 centimeter. See, ഇവിടെ എററിനെ പറഞ്ഞിട്ടുള്ളൂ, ഒരു ചേഞ്ചിനെ പറഞ്ഞിട്ടുള്ളൂ. അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ചേഞ്ച് ആസ് പോസിറ്റീവ് കേട്ടോ. ഡിക്രീസ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു എറർ, ഒരു തെറ്റ് പറ്റിയത് കൂടുതലാകാം കുറവാകാം, അത് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദ വാല്യൂ ആസ് പോസിറ്റീവ് ഇറ്റ് സെൽഫ്. Then find the approximate error in calculating its volume. നമ്മൾ റേഡിയസ് 9 സെന്റിമീറ്റർ എന്നും പറഞ്ഞാണ് സ്പിയറിന്റെ എടുത്തത്. പക്ഷെ അവിടെ ഒരു ചെറിയ എറർ വന്നു. 9 സെന്റിമീറ്റർ എന്നും പറഞ്ഞ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എറർ 0.03 എറർ വരികയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വോളിയത്തിലും എറർ വരും, അതായത് വോളിയത്തിലും ചേഞ്ച് വരും. ആ എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ approximate error means you have to find the approximate change in volume. That means here also you have to find dV, approximate change in volume. Error means some change, ഒരു തെറ്റ് എന്ന് പറയുമ്പോൾ മാറ്റം വരുന്നുണ്ടല്ലോ, അപ്പൊ അത് ചേഞ്ച്, approximate change in volume ആണ് കാണേണ്ടത്. അപ്പൊ അതൊന്ന് എഴുതാം. Let V be the volume of the sphere and let R be its radius. Okay, R is its radius. Now V is equal to sphere ആണ്. സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 pi r cube. നമുക്ക് വേണ്ടത് dV, approximate change in volume, that is dV equal to dV by, നോക്കുക ഡിവൈയുടെ ഫോർമുല എന്തായിരുന്നു? ഡിവൈ ഈക്വൽ ടു ഡിവൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നാണ്. അതെപ്പോഴാ? ഇഫ് വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. But here yയുടെ സ്ഥാനത്ത് നമുക്കുള്ളത് v ആണ്, and v is not a function of x, v is a function of r. So instead of dy by dx, here you can put it as dv by dr into delta r. See the difference? dy by dx into delta x എഴുതുന്നതിന് പകരം ഇവിടെ വോളിയം is in terms of r and change in r ആണ് തന്നിരിക്കുന്നതും. അപ്പോൾ dv can be written as dv by dr into delta r. ഇനി നോക്കുക, dv by dr 4/3 into pi into, അത് കോൺസ്റ്റന്റ് അല്ലേ, ഇൻറ്റു ആർ ക്യൂബിന്റെ മാത്രം ഡെറിവേറ്റീവേ കണ്ടുപിടിക്കാനുള്ളൂ. ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 3r² ഇൻറ്റു ഡെൽറ്റ ആർ. 3യും 3യും വെട്ടിപ്പോയി. സോ ഡി വി ഇസ് ഈക്വൽ ടു 4πr² ഇൻറ്റു ഡെൽറ്റ ആർ. ബട്ട് സി ഇൻ ദിസ് പ്രോബ്ലം ആറിന്റെ വാല്യൂവും തന്നിട്ടുണ്ട്, ഡെൽറ്റ ആറിന്റെ വാല്യൂവും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആ വാല്യൂസും കൂടി നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് 4π ഇൻറ്റു ആറിന് പകരം 9² ഇൻറ്റു ഡെൽറ്റ ആറിന് പകരം 0.03. സോ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 into 81 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 324 into 0.03, that is 9.72. ഈ പൈയുടെ വാല്യൂ അങ്ങനെ തന്നെ ഇട്ടോളൂ. ഇനി സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, വോളിയം ആയതുകൊണ്ട് അത്രയും ക്യൂബിക് സെന്റിമീറ്റർ. സോ യുവർ ആൻസർ ഇസ് 9.72 pi cubic centimeters. ഓക്കെ, ഇതോടുകൂടി അപ്രോക്സിമേഷൻ എന്നുള്ള സെക്ഷന്റെ വീഡിയോസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലെ ലാസ്റ്റ് സെക്ഷൻ, അതായത് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടായ മാക്സിമ ആൻഡ് മിനിമ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ സെക്ഷൻ അടുത്ത വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.